ഹായ് ഹലോ നമസ്കാരം, ഞാൻ ശരത്. പ്രീവിയൻ സ്റ്റുഡൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിലെ കുറച്ച് ഭാഗങ്ങളാണ്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ ഇൻ്റർ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പല കമ്പ്യൂട്ടറിലെയും വിവരങ്ങൾ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥാപനത്തിലോ ഒരു സ്കൂളിലോ ഉള്ള കുറേ കമ്പ്യൂട്ടറുകൾ, അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ വിവരങ്ങളുണ്ട്, അത് മറ്റുള്ള കമ്പ്യൂട്ടറുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ. നേരത്തെ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നെറ്റ്വർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നെറ്റ്വർക്കിൻ്റെ ടൈപ്പുകൾ, എത്ര തരം നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, പേര് നമ്മൾ ഫെമിലിയർ ആണ്. ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ലാൻ എന്ന് പറയുന്നത്. എന്താണ് ലാൻ? ആ പേരിൽ തന്നെയുണ്ട് ലോക്കൽ ഏരിയ. ലോക്കൽ ഏരിയ ഒരു ചെറിയ പ്രദേശം മാത്രം ഉൾക്കൊള്ളുന്ന, യൂഷ്വലി യൂസ്ഡ് ഇൻസൈഡ് എ ക്ലാസ് റൂം ഓർ ആൻ ഓഫീസ് ബിൽഡിംഗ്. ഒരു ഓഫീസ് ബിൽഡിങ്ങിനകത്തോ ഒരു ക്ലാസ് റൂമിനകത്തോ, അതാണ് ലോക്കൽ ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമിനകത്തോ നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്ക്, അതിനകത്തെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കോമൺ ടെക്നോളജി ടു ബിൽഡ് ലാൻ, എതർനെറ്റ് ആൻഡ് വൈഫൈ. അതായത് ലാൻ ബിൽഡ് ചെയ്യാൻ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. എതർനെറ്റ് എന്നൊരു ടെക്നോളജിയും വൈഫൈ എന്നുള്ള ടെക്നോളജി. ഇത് രണ്ടിനെക്കുറിച്ചും നമ്മൾ ഇപ്പം ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ടെക്നോളജിയുടെ പേരുകൾ ഓർത്ത് വെച്ചേക്കുക: എതർനെറ്റ്, വൈഫൈ. ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. രണ്ടാമത്തതാണ് മാൻ എന്ന് പറയും. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് ഫോമാണ് മാൻ എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ ഇതെന്ന് പറയുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് വെച്ചാൽ അർത്ഥം സിറ്റി, അല്ലെങ്കിൽ ഒരു വലിയൊരു നഗരം, അല്ലെങ്കിൽ വലിയൊരു ജില്ല എന്നൊക്കെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജില്ലയിലെ നെറ്റ്വർക്ക് സ്പ്രെഡ് ഓവർ എ സിറ്റി ഓർ ഡിസ്ട്രിക്ട്, ഒരു ജില്ല മുഴുവൻ അല്ലെങ്കിൽ ഒരു സിറ്റി മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് പാൻ എന്ന് പറയുന്നത്. സോറി, പാൻ അല്ല, മാൻ എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കേബിൾ ടി വി കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കേബിൾ ടി വി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് കേബിൾ ടി വി നെറ്റ്വർക്കുകളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ടി വിയിലേക്ക് പ്രോഗ്രാമുകൾ എത്തിക്കുന്ന കേബിൾ ടി വി നെറ്റ്വർക്ക്, അതെന്ന് പറയുന്നത് ഈ മാൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ലാൻ ആൻഡ് മാൻ. ഇതെന്താണ്? നെറ്റ്വർക്കിൻ്റെ ടൈപ്പുകളാണ്. രണ്ടെണ്ണം അല്ല, ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ആ മൂന്നാമത്തതാണ് എന്ത്? വാൻ എന്ന് പറയും. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള, അതായത് ഒരു ജില്ലയോ ഒരു സിറ്റിയോ ഒരു രാജ്യമോ അല്ല, പല പല രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് പല പല രാജ്യത്തെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. സ്പ്രെഡ് ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, വാൻ ഒരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ലോകത്തെ മൊത്തം കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ആ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. നെക്സ്റ്റ് പാൻ. നേരത്തെ ഞാൻ പറഞ്ഞ പേരാണ് പാൻ. പാൻ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറും അതിനകത്തേക്ക് കണക്ട് ചെയ്യുന്ന മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളും കൂടെ ചേർന്ന ഒരു ചെറിയ കണക്ഷനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ. അതായത് നമ്മുടെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യുന്ന പ്രിൻ്ററുകൾ, മൈക്ക്, സ്പീക്കർ, അല്ലെങ്കിൽ നമ്മുടെ USB, പെൻ ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ നെറ്റ്വർക്കിനെയാണ് പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് പറഞ്ഞത്. 4 ടൈപ്പുകളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ലാൻ ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ കണക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തേതാണ് എന്ത് പറയുന്നത്? മാൻ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു സിറ്റിയോ ഡിസ്ട്രിക്റ്റോ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. അടുത്തയാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ലോകത്തുള്ള ഒട്ടുമിക്കുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർനെറ്റൊക്കെ എവിടെ വരുന്നതാണ്? വാനകത്ത് വരുന്നതാണ്. അടുത്തതാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കണക്ട് ചെയ്തുണ്ടാക്കുന്ന നെറ്റ്വർക്കുകളാണ് പാൻ. ഈ 4 നെറ്റ്വർക്കിൻ്റെ ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്ത്? ഈ പറയുന്ന
എതർനെറ്റും വൈഫൈയും. ഞാൻ അവിടെ പറഞ്ഞിരുന്നു ലാൻ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വാൻ കണക്ട് ചെയ്യാൻ കണക്ഷൻ നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന ചില ടെക്നോളജികളാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എതർനെറ്റ്. കണ്ടോ, ടെക്നോളജീസ് ഫോർ ലാൻ കണക്ഷൻ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ. ഒന്നാമത്തതാണ് എതർനെറ്റ്. ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പേരുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ വയേർഡായിട്ട് നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് എതർനെറ്റ്. അപ്പോൾ എന്താ എതർനെറ്റ്? ഇറ്റ് ഈസ് ദ ട്രഡീഷണൽ ടെക്നോളജി ഫോർ കണക്റ്റിംഗ് ഡിവൈസസ് ഇൻ എ വയേർഡ് കണക്ഷൻ. ഒരു വയേർഡ് കണക്ഷനകത്ത്, അതായത് കമ്പ്യൂട്ടർ തമ്മിൽ വയറുകൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനുപയോഗിക്കുന്ന സംവിധാനമാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മൊബൈൽ ഫോൺ വയർ ഉപയോഗിച്ച് USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എതർനെറ്റ് സെറ്റിംഗ്സുകളാണ് ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണക്ഷനാണ് വൈഫൈ, വയർലെസ് ഫിഡലിറ്റി എന്ന് പറയും. എന്താണ് വയർലെസ് ഫിഡലിറ്റി? ഇറ്റ് ഈസ് എ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വയറുകൾ ഉപയോഗിക്കാത്ത ടെക്നോളജി. എക്സ്ചേഞ്ചിങ് ഡേറ്റ യൂസിങ് റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഡേറ്റ കൈമാറ്റം ചെയ്യുന്നത്. നമ്മൾ വയറുകളാണെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ വൈഫൈ അല്ലെങ്കിൽ വയർലെസ് കണക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ സിഗ്നലുകളായിരിക്കും. ഇനി ഫാദർ ഓഫ് വൈഫൈ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫാദർ ഓഫ് വൈഫൈ ആരാണ്? വിക് ഹെയ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് വൈഫൈ എന്ന് പറയുന്നത്. വിക് ഹെയ്സ് എന്നുള്ള വ്യക്തി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആരാണ് ഫാദർ ഓഫ് വൈഫൈ? വൈഫൈയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വയർലെസ് ഫിഡലിറ്റി. ഇത് കൂടാതെ വരുന്ന മറ്റൊരു സംവിധാനമാണ് ലൈഫൈ എന്ന് പറയും. ഓർത്തിരിക്കുക, വൈഫൈ പോലെ വരുന്ന മറ്റൊരു സംവിധാനമാണ് ലൈഫൈ. ലൈറ്റ് ഫിഡലിറ്റി എന്ന് പറയും. ഓർത്തിരിക്കുക, ലൈറ്റ് ഫിഡലിറ്റി. എന്താണ് ലൈഫ് ഫിഡലിറ്റി എന്ന് പറയുന്നത്? അതായത് സിഗ്നലുകൾ ലൈറ്റ് സിഗ്നലുകളായിട്ട് കടത്തിവിടുന്നു. അതായത് ഇവിടെ ഉപയോഗിച്ച റേഡിയോ സിഗ്നൽസ് ആണെങ്കിൽ ലൈഫൈൽ ഉപയോഗിക്കുന്നത് ലൈറ്റ് സിഗ്നൽസ് ആയിരിക്കും, കുറച്ചും കൂടെ സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ വളരെ ദൂരത്തിലൊന്നും കണക്ട് ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. എന്താണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്? A standard form of the short range wireless interconnection of mobile phones, computers and other electronic devices. അതായത് മൊബൈൽ ഫോണുകളെ തമ്മിലും കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് റേഞ്ച് വയർലെസ് കണക്ഷനാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. ഈ ബ്ലൂടൂത്ത് നമ്മൾ ഇന്ന് ഫോണുകളെല്ലാം യൂസ് ചെയ്യുന്നു. ബ്ലൂടൂത്ത് സ്പീക്കറുകളും ബ്ലൂടൂത്തിൻ്റെ എയർപോഡുകളും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ബ്ലൂടൂത്ത് ടെക്നോളജിയിലും അതേ റേഡിയോ വേവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം റേഡിയോ വേവ്സ്. ഓർത്തിരിക്കുക, ബ്ലൂടൂത്തിനകത്തും വൈഫൈക്കകത്തും റേഡിയോ വേവ്സ് തന്നെയാണ്. സിഗ്നലുകൾ കടത്തിവിടുന്ന എപ്പോഴും ഏതിലായിരിക്കും? റേഡിയോ വേവ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നു. വൈഫൈയുടെ ഫുൾ ഫോം എന്താണ്? വൈഫൈയുടെ ഫാദർ ആരാണ്? വൈഫൈ ഏത് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ ഈ മൂന്നുമാണ് ടെക്നോളജികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഏതൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾ ഉണ്ടെന്നും നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ ഏതൊക്കെയാണെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തത്. ഓക്കെ, നെറ്റ്വർക്കിനെ കുറിച്ചാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. ഇത്തരം വീഡിയോ ക്ലാസ്സുകൾക്കായി നിങ്ങൾ നിങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.